Welcome back to Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് താലസ് ഓർഗനൈസേഷൻ ഓഫ് ഫംഗസ് ആണ്. സോ മൈക്കോളജിയിൽ വരുന്ന അടുത്ത ടോപ്പിക് ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ്. അതിൽ വരുന്ന ഒന്നാമത്തെ കണ്ടിട്ട് അതിന്റെ താലസ് ഓർഗനൈസേഷൻ ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ HSST, MSc, BSc ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സിലബസ് ബേസ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. താലസ് ഓർഗനൈസേഷൻ നമുക്ക് ആദ്യം ആ ഒരു ഫീച്ചേഴ്സ് ഇൻ ഷോർട്ട് ആയിട്ട് പോയിന്റ്സ് ബൈ മാത്രം ഒരു പേജിൽ പറയാം. അടുത്ത സ്ലൈഡിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ താലസ് അറിയാലോ, അവരുടെ ബോഡീനെയാണ് ആ ഒരു താലസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. താലസ് എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് മുതൽ മാസീവ് ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് വരെ കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് അത് മനസ്സിലാക്കുക. സിംഗിൾ സെല്ല് മുതൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരെ നമ്മളുടെ ഫംഗസിൽ കാണുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഫൈ എന്ന് പറയുന്ന ടേം ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫംഗസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ടേം ഹൈഫൈ ആണ്. യൂണിസെല്ലുലാർ ഫോം അല്ലാതെ മൾട്ടി സെല്ലുലാർ ആയിട്ട് വരുന്ന ആ ഒരു ഫംഗസിൽ ഒരു ഫിലമെൻ്റ് സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഫംഗസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ത്രെഡ് ലൈക്ക് ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമ്മുടെ ഫംഗസിന്റെ ബോഡി മെയിൻലി ഇങ്ങനെ ഒരു ചിലത് ബ്രാഞ്ചസും പല ടൈപ്പും ഉണ്ട്. ഹൈഫൈ ബേസ് ചെയ്തിട്ടുള്ള പല ടൈപ്പും ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാന്റ് ബോഡിയുടെ ആ ഒരു ബ്രാഞ്ച്, ഒരു ത്രെഡ് ലൈക്ക് ഫിലമെന്റസ് ആയിട്ടുള്ള ഓരോ സ്ട്രക്ചറിനെയും ഓരോ പാർട്ടിനെയാണ് നമ്മൾ ഹൈഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ പറയും. ഈ ഒരു ഹൈഫൈ എന്ന് പറയുന്നത് പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഓരോ ഹൈഫൈ, ഈ ഒരു ഞാൻ ഇപ്പൊ വരച്ച ചിത്രത്തിൽ ഇതൊരു ഹൈഫൈ ആണ്, ഇത് രണ്ടാമത്തെ ഹൈഫൈ ആണ്. ഈ കുറെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഹൈഫൈ ഒക്കെ കൂടി ചേർന്നിട്ട് മൊത്തത്തിൽ ആ ഒരു പ്ലാന്റ് അല്ല, ആ ഒരു ബോഡി നമ്മൾ പറയുന്നതാണ് മൈസീലിയം. ഓക്കെ, ദ ഹൈഫൈ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആൻഡ് ഫോം എ ഫ്രെയിം വർക്ക് കോൾഡ് മൈസീലിയം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പം നല്ല രീതിയിൽ മനസ്സിലാകും. ദെൻ ഈ ഒരു യൂണിസെല്ലുലാർ താലസിൽ ചിലപ്പം സ്യൂഡോമൈസീലിയം ഫോം ചെയ്യാം. എന്താണ് സ്യൂഡോമൈസീലിയം? അതായത് ആ ഒരു യൂണിസെല്ലുലാറിൻ്റെ അകത്ത് സെൽസ് ചില ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബഡ്സ് ഇൻ സക്സഷൻ ഫിൽ ടു സെപ്പറേറ്റ് ഫ്രം ദ പാരന്റൽ സെൽ ആൻഡ് റിമെയിൻ അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ ഇൻ എ ഈസി ഡിറ്റാച്ചബിൾ ചെയിൻ. അതായത് നമ്മൾ റീപ്രൊഡക്ഷൻ്റെ സമയം അല്ലെങ്കിൽ സക്സീഷൻ്റെ സമയത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിവിഷൻ നടന്നിട്ട് ബഡ് ഫോർമേഷൻ നടന്നിട്ടാണ് പാരന്റൽ സെല്ല് ഡോക്ടർ സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പാരന്റൽ സെൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു പാരന്റൽ സെല്ലിൽ നിന്ന് ഈ ഒരു ഡോട്ടർ സെൽ അറ്റാച്ച് ചെയ്യാതെ ഇവിടെ തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കും. അത്തരം കേസിൽ അതൊരു മൈസീലിയം, സ്യൂഡോ മൈസീലിയം, കള്ള മൈസീലിയം ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്, ചില യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. ചില ഫംഗസ് ആണെങ്കിലോ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. അതായത് അവയുടെ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആകാം, ചില ടൈമിൽ അത് ഫിലമെന്റസ് ആയിട്ടും മാറുന്നുണ്ട്. ഒരു ഓർഗാനിസം തന്നെ രണ്ട് ഫോംസും കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി രണ്ട് ആൾക്കാരാണ് സൂപാത്തോജനിക് ഫംഗസും ഫൈറ്റോപാത്തോജനിക് ഫംഗസ് എന്ന് പറയുന്നത്. സൂപാത്തോജനിക് ഫംഗസ് എന്ന് വെച്ചാൽ അവിടെ മൈസീലിയം ഇൻ കൾച്ചർ, സൂപാത്തോജനിക് ഫംഗസ് ആർ മൈസീലിയൽ ഇൻ കൾച്ചർ. അതായത് കൾച്ചറിന് ചെയ്യുന്ന സമയത്ത് അവ മൈസീലിയൽ ആയിരിക്കും, പക്ഷേങ്കിൽ അവ ഹോസ്റ്റ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫംഗസ് ഹോസ്റ്റ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മൈസീലിയം മാറിയിട്ട് അവ യൂണിസെല്ലുലാർ ആയിട്ട് മാറും. അപ്പോൾ അതാണ് സൂപാത്തോജനിക്. ഓക്കെ, ആൻഡ് ഈസ്റ്റ് ലൈക്ക് ഇൻ ദ ഹോസ്റ്റിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണല്ലോ, അപ്പോൾ ഈസ്റ്റ് പോലെയുള്ള യൂണിസെല്ലുലാർ ആയിട്ട് മാറും അവ ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ. ഇനി ഫൈറ്റോപാത്തോജനിക് എന്ന് പറയുന്ന ഫംഗസ്, എക്സാമ്പിൾ സ്മഡ് ഫംഗസ്, ലീഫ് കേൾ ഫംഗസ് ഒക്കെയാണ്. അവ ആദ്യം സാധാരണ രീതിയിൽ അവ കൾച്ചർ ചെയ്യുമ്പോൾ അവ വളരുന്ന സമയത്ത് യൂണിസെല്ലുലാർ ആയിരിക്കും, അതായത് ഈസ്റ്റ് ലൈക്ക് ആയിരിക്കും. പക്ഷെങ്കിൽ ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ പ്ലാന്റിൽ ആ ഒരു ഫംഗസ് എത്തിക്കഴിഞ്ഞാൽ അവ മൈസീലിയൽ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ആൾട്ടർനേറ്റ് മാറാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ഡൈമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ചില ഫംഗസ് താലസ് സെൻട്രിഫ്യൂഗലി ആണ്. ചിലയല്ല, മോസ്റ്റ് ഓഫ് ദ ഫംഗസ് താലസ് ഗ്രോ ചെയ്യുന്നത് സെൻട്രിഫ്യൂഗലി ആണ്. എന്തുകൊണ്ടാണ് ഈ സെൻട്രിഫ്യൂഗലി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ യങ്ങർ വൺ, ഓൾഡറിൽ നിന്ന് യങ്ങർ വൺ ഉണ്ടാകുമല്ലോ, പക്ഷെ ഉണ്ടാകുന്ന ആ ഒരു യങ്ങർ വൺ ആയിരിക്കും യങ്ങർ ആൻഡ് മോർ ആക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ പെരിഫറി, മുകളിലാണ്. അതായത് ഇവിടുന്ന് ഇതൊരു പാരലൽ പ്ലാന്റ് ആണെങ്കിൽ മുകളിലോട്ടാണ് വളരുന്നത്. ഏറ്റവും മുകളിലുള്ള ആൾക്കാരായിരിക്കും യങ്ങർ ആൻഡ്
ന്യൂ ആയിട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡർ ആയിട്ടുള്ള താലസ് എപ്പോഴും സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഈ ഏറ്റവും മുകളിൽ കാണുന്ന യങ്ങർ ആയിട്ടുള്ള താലസിൻ്റെ മുകളിലായിരിക്കും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫംഗസിലുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻ ജനറൽ ഒരു ഷോർട്ട് ക്യാപ്പ് ആയിട്ട് പറഞ്ഞാൽ. ഇനി ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സോ നമുക്ക് ഹൈഫൈ ഇൻ ഡീറ്റെയിൽ നോക്കാം. ഹൈഫയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഫ ഇസ് എ റിജിഡ് സെൽ വോൾ കാണുന്ന ഒരു ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു സെൽ വോൾ ഉണ്ട്, അവയ്ക്കൊരു പ്രോട്ടോപ്ലാസം ഉണ്ട്. അപ്പോൾ കളേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺകളേർഡ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഫംഗസിൻ്റെ ഫുള്ളായിട്ടുള്ള മൈസീലാണ് കാണിച്ചേക്കുന്നത്. അതിൽ ഓരോ ബ്രാഞ്ചസ് ഉണ്ടാവില്ല. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഹൈഫി ആയിട്ട് എടുക്കാം, ഇതൊരു ഹൈഫി ആയിട്ട് എടുക്കാം. അങ്ങനെ കുറേ ഹൈഫി കൂടിച്ചേർന്നിട്ടാണ് മൈസീലിയം ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഹൈഫയ്ക്ക് ഒരു സെൽ വോൾ ഉണ്ട്, ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സെൽ വോൾ ഉണ്ട്, ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതിൽ സെൽ ഓർഗനൽസ് ഉണ്ട്, എല്ലാ പ്രോട്ടോപ്ലാസം ഒക്കെ ഉണ്ട്, സെൽ മെംബ്രെയിനും സെൽ സൈറ്റോപ്ലാസം ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 മുതൽ 20 മൈക്രോമീറ്റർ വരെ ആകാം. അത് ഓരോ സ്പീഷീസിനനുസരിച്ചിട്ടായിരിക്കും. അപ്പം അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട്, അതായത് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് അനുസരിച്ചിട്ട് അവ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഹൈഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് അനാസ്റ്റോമോസ് എന്ന് പറയുന്ന പ്രക്രിയയാണ്. ഫംഗസിൻ്റെ ഒരു എബിലിറ്റിയാണ്, മോസ്റ്റ് ഹയർ ഫംഗസിലാണ്. ഓക്കെ, അനാസ്റ്റോമോസ് എന്ന് പറയുന്ന എബിലിറ്റി ഹയർ ഫംഗസിൽ മാത്രമാണ് ഉള്ളത്. ഒരു അനാസ്റ്റോമോസ് എന്ന് പറയുന്നത് മെയിൻലി ഒരു ജനറ്റിക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് കോൺജുഗേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമാണ് ഈ ഒരു അനാസ്റ്റോമോസ് ഒക്കെ നടക്കാനുള്ള ചാൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദ നൈബറിംഗ് ഹൈഫൈ ഇൻ ദ താലസ് പുട്ട് ഔട്ട് ഷോർട്ട് ബ്രാഞ്ചസ് വിച്ച് മേക്ക് കോണ്ടാക്ട് അറ്റ് ദ ടിപ്പ് വിത്ത് ദ ടൈം മേ എസ്റ്റാബ്ലിഷ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അതായത് ഒരു ഹൈഫൈ ഒരു ബ്രാഞ്ച്, ഒരു താലസ് ആണ്, ഒരു ഫംഗസിൻ്റെ താലസ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഇതാണ് ഒരു ഹൈഫൈ എന്ന് വെക്കുക. ഓക്കെ, ഇതാണ് ഒരു ഹൈഫൈ എന്ന് വെക്കുക. തൊട്ടിപ്പുറത്ത് വേറൊരു ഹൈഫയും ഉണ്ട്. ഇതൊരു അങ്ങനെ കുറേ നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ ബ്രാഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു ഹൈഫൈ, അതിൻ്റെ തൊട്ടടുത്ത മറ്റൊരു ഹൈഫൈ. ഈ ഹൈഫയും ഈ ഒരു ഹൈഫയും തമ്മിൽ എന്ത് ചെയ്തു, ഇന്റർ കണക്ട് ചെയ്തു. അതിൻ്റെ ടിപ്പിൽ മാത്രം ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർ കണക്ട് ചെയ്ത ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അനാസ്റ്റോമോസ് എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റീനെ അനാസ്റ്റോമോസിസ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനാണ് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ജീൻ ട്രാൻസ്ഫർ ഒക്കെ വേണ്ട സമയത്താണ് ഈ ഒരു അനാസ്റ്റോമോസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറേ ടൈം ആ ഒരു ഈച്ച് അതറായിട്ട് കണക്ട് ചെയ്യുമ്പം ബൈ ടൈം ഈ ഒരു ഹൈഫൈ എന്ത് ചെയ്യും, ഗെറ്റ് ഡിസോൾവ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ഫോം എ കണ്ടിന്യൂസ് ട്യൂബ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ രണ്ടും ഡിസോൾവ് ചെയ്തിട്ട് ഈ ഹൈഫൈ രണ്ടും കണക്ട് ചെയ്ത് ഒറ്റൊരു ഹൈഫൈ, ഒരു സിംഗിൾ ഹൈഫൈ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത്. സൈറ്റോപ്ലാസ്മിക് ഗ്രോത്തിനും ന്യൂക്ലിയസ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു സ്ട്രോങ് മൈസീലിയൽ നെറ്റ്വർക്കും ഗ്രോത്ത് ഒക്കെ ഒരു ക്ലംബി ആയിട്ട് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈഫൽ അനാസ്റ്റോമോസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ സീനോസൈറ്റിക് ഹൈഫയും സെപ്റ്റേറ്റ് ഹൈഫയുമാണ്. ഓക്കെ, ഈ രണ്ട് ടേംസും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഫൈ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. ഓക്കെ, ചിലത് ബ്രാഞ്ചസും ഉണ്ട്, ബ്രാഞ്ച് ഇല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ചസ് ആയിട്ടുള്ള ഹൈഫയിൽ തന്നെ മെയിൻലി കുറേ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പം സൈഗോമൈസീഡ്സും ഊമൈസീഡ്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുമാണ് മെയിൻലി ആയിട്ടുള്ള ലോവർ ഫംഗസ് എന്ന് പറയുന്നത്. അവരുടെ ഹൈഫൈ എന്ന് പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവ കണ്ടിന്യൂസ് ആണ്, അതാണ് സീനോസൈറ്റിക്. അതായത് ഈ താഴെയുള്ള പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ ഇടയിൽ ആദ്യത്തെ ഉള്ളതുപോലെയുള്ള ക്രോസ് വോൾസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കില്ല. അപ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, കുറേ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അത് അവിടെ ഇവിടെയായിട്ട് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെയാണ് സീനോസൈറ്റിക് എന്ന് ആക്ച്വലി പറയുന്നത്. കുറേ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ അവ സീനോസൈറ്റിക് ആണ്. അത് ചിലപ്പം അസെപ്റ്റേറ്റ് നോൺ സെപ്റ്റേറ്റും ഉണ്ടാകാം. ഇനി എന്താണ് സെപ്റ്റേറ്റ് ഹൈഫൈ എന്ന് പറഞ്ഞാൽ മെയിൻലി ആസ്കോമൈസൈറ്റ്സിലും ഡ്യൂട്ടറോമൈസൈറ്റ്സിലും ബെസിഡിയോമൈസൈറ്റ്സിലും അല്ലെങ്കിൽ അതർ ഹയർ ഫംഗസിൽ വരുന്ന ആൾക്കാരിൽ ഈ ഒരു ഹൈഫയിൽ ക്രോസ് വോൾസ് കാണുന്നുണ്ടാവും. ഓക്കെ, ആ ക്രോസ് വോളിനെയാണ് നമ്മൾ ആക്ച്വലി സെപ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓരോ സെല്ലിനെയും ഓരോ ന്യൂക്ലിയസിനെയും ക്രോസ് വോൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇതൊരു ഹൈഫൈ ആകാം, ഇത് രണ്ടാമത്തെ ഹൈഫൈ. ഓരോ ഹൈഫയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രോസ് വോൾ വെച്ചിട്ട് ത്രൂ ഔട്ട് ആ ഒരു ക്രോസ് വോൾ വെച്ചിട്ട്
സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രോട്ടോപ്ലാസം സ്റ്റിൽ കണ്ടിന്യൂസ് ആണ്. ആ ഒരു ഫംഗൽ ഹൈഫെ മൊത്തമായിട്ട് പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. കാരണം അവിടെ ക്രോസ് വോൾസിന്റെ ഉള്ളിൽ പെർഫറേഷൻസ് ഉണ്ട്. അതാണ് സെപ്റ്റേറ്റ്. സെപ്റ്റ് ഉള്ള ആൾക്കാരാണ് സെപ്റ്റേറ്റ് ഹൈഫെ, സെപ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് സീനോസൈറ്റിക് ഹൈഫെ എന്ന് പറയുന്നത്.